സെറിബ്രൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള സംഘടിപ്പിക്കുന്ന സ്പോർട്ടിസ് എബിലിറ്റി ഫുട്ബോൾ മേളയ്ക്ക് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കായികപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ചേർത്തു നിർത്തുന്നതിനുമായാണ് കായികമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. സെറിബ്രൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള, ബ്യൂമർക്ക് ഇന്ത്യ സ്പോർട്ടിസ് എബിലിറ്റി ഹബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് മേള സംഘടിപ്പിച്ചത്. മേളയിൽ സംസ്ഥാനത്തെ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം തുടങ്ങിയ ജില്ലകളിലെ 9 സെന്ററുകളിൽ നിന്നായി ഭിന്നശേഷിക്കാരായ 200ഓളം കുട്ടികളാണ് പങ്കെടുക്കുന്നത്. സെറിബ്രൽ പാൾസി, ഓട്ടിസം, ബുദ്ധിപരമായ വൈകല്യങ്ങൾ, കാഴ്ച കേൾവി പരിമിതികൾ, അസ്ഥി സംബന്ധമായ വൈകല്യങ്ങൾ എന്നിവ നേരിടുന്ന കുട്ടികൾക്കായി ഫുട്ബോളുമായി ബന്ധപ്പെട്ട പ്രത്യേക വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. 7 മുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികളെ 3 പ്രായവിഭാഗങ്ങളായി തിരിച്ചാണ് കായിക പരിപാടികൾ നടത്തുന്നത്. 13 മുതൽ 18 വയസ്സുവരെയുള്ളവർക്കായി ആവേശകരമായ സെവൻസ് ഫുട്ബോൾ ലീഗ് ടൂർണമെന്റും സംഘടിപ്പിക്കുന്നുണ്ട്. 4 ടീമുകൾ ഏറ്റുമുട്ടുന്ന ലീഗ് മത്സരങ്ങളിൽ നിന്നും മുന്നിലെത്തുന്ന 2 ടീമുകൾ ഫൈനലിൽ മാറ്റുരയ്ക്കും. വിദഗ്ധരായ 20 പരിശീലകരാണ് മത്സരം നിയന്ത്രിക്കുന്നത്. മേളയ്ക്ക് കുട്ടികളുടെ രക്ഷിതാക്കളും നേതൃത്വം നൽകി വരുന്നുണ്ട്. കുട്ടികളുടെ കായികക്ഷമതയും വിനോദവും ലക്ഷ്യമിട്ട് ഗോൾ സ്കോറിംഗ്, പെനാൽറ്റി ഷൂട്ടൌട്ട്, ഡ്രിബ്ലിംഗ്, ബൗളിംഗ്, രക്ഷിതാക്കളും കുട്ടികളും ഒരുമിക്കുന്ന പാസിംഗ് ചലഞ്ച് ഉൾപ്പെടെ 8 പ്രത്യേക ഫുട്ബോൾ ആക്ടിവിറ്റി സോണുകളും മേളയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പെൺകുട്ടികളുടെ കായിക പങ്കാളിത്തവും ശാക്തീകരണവും ലക്ഷ്യമിട്ട് നടത്തുന്ന ഗേൾസ് ഫൈവ്സ് ഷോക്കേസ് മാർച്ച് ഇത്തവണത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ്. രാവിലെ 8-ന് കായിക താരങ്ങളുടെ മാർച്ച് പാസ് ഉണ്ടായി. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ പതാക ഉയർത്തി മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ ബീന ബാബു, CPSAK സംസ്ഥാന സെക്രട്ടറി ഗിരിജകുമാരി, കേരള ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി അനിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ഓരോ കുട്ടിയും വിജയിയാണ് എന്ന ആശയത്തോടെ നടത്തുന്ന ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും മെഡലുകളും സർട്ടിഫിക്കറ്റുകളും പ്രത്യേക ഉപഹാരങ്ങളും നൽകും.